മഴ തോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബാലചന്ദ്രനെ മൊബൈലിൽ വിളിച്ച് കിട്ടാഞ്ഞ് വൈജയന്തി ആകെ ടെൻഷനോടെ റൂമിലൂടെ നടക്കുന്നതാണ് തുടക്കത്തിലെ കാണിക്കുന്നത്. വൈജയന്തി വീണ്ടും മൊബൈൽ എടുത്ത് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്താണ് വൈജയന്തിക്ക് മനുവിന്റെ കോൾ വരുന്നത്. ആന്റി, ഞാൻ 2 നമ്പറിലും മാറി മാറി വിളിച്ചു നോക്കി, പക്ഷെ രക്ഷയില്ലെന്ന് മനു പറയുമ്പോഴേക്കും തമിഴ്നാട്ടിലേക്ക് പോയതാണോന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ആണെന്ന് തോന്നുന്നു. ഇനി വല്ല ഊട്ടിയോ കൊടൈക്കനാലോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അങ്ങനെ പോയാലും പറയാതെ പോവാറില്ലെന്ന് വൈജയന്തിയോ. ക്ലബിൽ വിളിച്ചു നോക്കിയായിരുന്നോ അവിടെ ഫംഗ്ഷൻ വല്ലതും എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അതും ഞാൻ വിളിച്ചു നോക്കി, അവിടെയും ചെന്നിട്ടില്ലെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അങ്കിൾ ഇങ്ങനെയൊന്നും ചെയ്യാറുള്ളതല്ലോ എന്ന് മനു പറയുമ്പോഴേക്കും കഴിഞ്ഞ 22 വർഷത്തിനിടയ്ക്ക് ഇതാദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം എന്ന് വൈജയന്തി ടെൻഷനോടെ പറയുന്നുണ്ട്. ആന്റി, ഞാൻ വേറെ വഴി കൂടി നോക്കട്ടെ. പിന്നീട് നേരം വെളുക്കുമ്പോഴേക്കും മലയിടുക്കിലൂടെ വണ്ടി പോകുന്ന ശബ്ദം കേട്ട് കാറിൽ കിടന്നുറങ്ങിയിരുന്ന ബാലചന്ദ്രൻ ഞെട്ടി ഉണരുന്നതാണ് കാണിക്കുന്നത്. വേഗത്തിൽ തന്നെ എഴുന്നേറ്റുകൊണ്ട് തൻ്റെ വാച്ചിൽ സമയം എത്രയായെന്നൊക്കെ നോക്കിക്കൊണ്ട് ബാലചന്ദ്രൻ വേഗം തന്നെ കാർ ഓടിച്ചു പോകുന്നുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരിയിലെത്തുന്ന ബാലചന്ദ്രൻ അതിനിടയ്ക്ക് വളവുകളിലൊന്നിൽ തൻ്റെ കാർ നിർത്തി പുറത്തിറങ്ങി ബോട്ടിലെ വെള്ളമെടുത്ത് മുഖമെല്ലാം കഴുകിക്കൊണ്ട് വീണ്ടും തൻ്റെ യാത്ര തുടരുന്നുണ്ട്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് വൈജയന്തിയുടെ ചേട്ടനായ ഗംഗാധരന്റെ വീട്ടിലാണ്. ബാലചന്ദ്രൻ അങ്ങോട്ട് കയറി കോളിംഗ് ബെല്ലടിക്കുമ്പോഴേക്കും ഗംഗാധരൻ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്ന് ബാലചന്ദ്രനെ കാണുമ്പോഴേക്കും ഓ മിസ്റ്റർ ബാലചന്ദ്രൻ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ആകെ ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒറ്റയ്ക്കാണോ വന്നതെന്നും വരുന്നതറിയിച്ച് തന്നെ ഒന്ന് വിളിക്കാമായിരുന്നെന്നും ഇത്രയും രാവിലെ തന്നെ എങ്ങനെ ഇവിടെ എത്തിയെന്നുമൊക്കെ ഗംഗാധരൻ ചോദിക്കുമ്പോഴേക്കും ഏർലി മോർണിംഗ് അല്ലല്ലോ, മണി 8 കഴിഞ്ഞില്ലെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അകത്തേക്ക് വരൂ എന്ന് ഗംഗാധരൻ ക്ഷണിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ അകത്തേക്ക് കയറുന്നുണ്ട്. വൈഫും കുട്ടികളും ആരുമില്ലേ കൂടെ? ബാലചന്ദ്രൻ മറ്റെവിടെയെങ്കിലും പോയിട്ട് വരുവാണോ? യു ആർ ലുക്കിംഗ് ടു മച്ച് ടയേർഡ് എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും ഞാൻ ഗംഗേട്ടനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. ഞാൻ തനിച്ചാണ് വന്നത്. വരുന്ന വിവരം മുൻകൂട്ടി അറിയിക്കാൻ തീരെ ഉദ്ദേശമില്ലായിരുന്നു എന്ന് ബാലചന്ദ്രൻ സ്ട്രിക്റ്റ് ആയി പറയുന്നുണ്ട്. അതുകൊണ്ട് ബാലചന്ദ്രൻ എന്തോ സീരിയസ് ആയി പറയാനായി തോന്നുന്നുണ്ടല്ലോ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. അതെ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ വരൂ, നമുക്ക് അകത്തോട്ടിരിക്കാം എന്ന് പറഞ്ഞ് ഗംഗാധര മേനോൻ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഡൈനിങ് ഹാളിലെത്തുന്ന ഗംഗാധര മേനോൻ തന്റെ ഭാര്യ മാലതിയെ വിളിച്ചോണ്ട് മാലതി ഇങ്ങോട്ട് വരൂ, നമുക്കിന്നൊരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അവിടെ തന്നെ നിൽക്കുന്ന കണ്ട് കമോൺ മേൻ, എന്താ അവിടെ നിന്നു കളഞ്ഞതെന്ന് ഗംഗാധര മേനോൻ ചോദിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാലതിയും അങ്ങോട്ട് വരുന്നുണ്ടേ. ബാലചന്ദ്രനെ കണ്ട് സന്തോഷത്തോടെ ഓ മൈ ഗോഡ് ബാലചന്ദ്രൻ എന്ന് സന്തോഷത്തോടെ അവൾ ചോദിക്കുന്നുണ്ട്. വാട്ട് എ സർപ്രൈസ് മാൻ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഷെയ്ക്ക് ഹാൻഡിന് കൈ കൊടുക്കുമ്പോഴേക്കും ബാലചന്ദ്രനും കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടേ. അല്ല, ബാലചന്ദ്രൻ ഒറ്റയ്ക്കാണോ വൈജയും കുട്ടികളും എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും ഞാൻ തനിച്ചാണെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. എന്നാലും എന്തൊരു അത്ഭുതം, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്താ ഇങ്ങനൊരു സർപ്രൈസ് വിസിറ്റ്? ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ, വൈജയും വിളിച്ചില്ല എന്നൊക്കെ മാലതി സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ആകെ ടെൻഷനോടെ നിൽപ്പു തന്നെയാ. ഗംഗാധര മേനോൻ അപ്പോഴേക്കും മാലതിയോടായി, മാലതി ആദ്യം ഇയാൾക്കൊരു ചായ കൊടുക്ക്, രുക്കുവിനോട് പറഞ്ഞ് ഗസ്റ്റ് റൂം അറേഞ്ച് ചെയ്യാൻ പറയണം. ബാലചന്ദ്രൻ രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുക, കുറച്ചു സമയം വിശ്രമം വേണം എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ഇരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് മാലതി അകത്തേക്കായി പോകുന്നുണ്ടേ. ബാലചന്ദ്രൻ അപ്പോഴേക്കും ഗംഗാധര മേനോനോടായി, ഗംഗേട്ടൻ എങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ? രാവിലെ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ മാരേജ് എൻഗേജ്മെന്റ്, ഞാൻ അവിടെ പോയിട്ട് വരാം. ബാലചന്ദ്രൻ ഒന്ന് റെസ്റ്റ് ചെയ്തോളൂ. ഐ വിൽ കം ബാക്ക് ബിഫോർ ലഞ്ച് എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ബാലചന്ദ്രൻ സ്ട്രിക്റ്റ് ആയി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ സെലിബ്രേഷൻ ഒന്നും ഞാൻ നിൽക്കുന്നില്ല, ഫുഡ് കഴിക്കാൻ പോലും നിൽക്കുന്നില്ല എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും എനിക്ക് സംസാരിച്ചേ പറ്റൂ ഗംഗേട്ടാ എന്ന് ബാലചന്ദ്രൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ഐ വിൽ കം ബാക്ക് ഇമ്മീഡിയറ്റ്ലി. ബാലചന്ദ്രനെ ഞാൻ ഉപേക്ഷിച്ചു പോവുകയല്ല. യു ആർ മൈ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്. യു നോ, മാരേജ് എൻഗേജ്മെന്റ് അല്ല എനിക്ക് വലുത്, എൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോഴേക്കും ഞാൻ രാത്രി മുഴുവൻ കാർ ഓടിച്ചു വന്നത് നിങ്ങളെ കാണാനാ, എനിക്ക് സംസാരിക്കണം എന്ന് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്.
ബാലചന്ദ്രൻ, നിങ്ങൾ കുറച്ചു സമയം വിശ്രമിക്കൂ, ഞാൻ ഉടനെ തന്നെ പോയിട്ട് വരാം എന്ന് ഗംഗാധര മേനോൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ മാന്യമായിട്ടാ നിങ്ങളോട് സംസാരിച്ചത്. 400 കിലോമീറ്റർ അകലെ നിന്ന് വരുവാ ഞാൻ വെറുതെ വന്നതല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടല്ലോ എന്ന് ബാലചന്ദ്രനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ ബാലചന്ദ്രൻ, പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഗംഗാധരനും ചോദിക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം, പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കാമെന്ന് പഠിച്ചിട്ടുള്ള വിദ്വാൻമാരായിരിക്കുമല്ലോ നിങ്ങൾ എന്ന് ബാലചന്ദ്രൻ അർത്ഥം വെച്ച് പറയുമ്പോഴേക്കും ഞാൻ പറയുന്നത് കേൾക്ക് ബാലചന്ദ്രൻ, നിങ്ങൾക്കൊന്ന് ഷവർ ചെയ്ത് ഫ്രഷ് ആവാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അരമണിക്കൂർ ഉറങ്ങാം, അത്രയും സമയമേ എനിക്ക് വേണ്ടൂ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തും ഞാൻ കേൾക്കാം, നമുക്ക് സാവകാശം ഇരുന്ന് ക്ഷമയോടെ സംസാരിക്കാം എന്നയാൾ പറയുമ്പോഴേക്കും എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഗംഗേട്ടൻ എങ്ങോട്ടും പോവരുത് എന്ന് ബാലചന്ദ്രനും ആകെ ടെൻഷനോടെ പറയുന്നുണ്ട്. അത് കണ്ട് ഗംഗാധര മേനോനും ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിക്കുമ്പോഴേക്കും മാലതി ബാലചന്ദ്രനുള്ള ചായയുമായി വരുന്നുണ്ടേ. ഗംഗാധര മേനോൻ അപ്പോഴേക്കും മാലതിയോടായി, മാലതി, ബാലചന്ദ്രന്റെ റൂം റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ വന്നോളൂ, എല്ലാം ഓക്കെയാണെന്ന് മാലതിയും പറയുന്നുണ്ടേ. അത് കേട്ട് ബാലചന്ദ്രൻ സംശയത്തോടെ ഗംഗാധര മേനോനെ നോക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, എങ്ങോട്ടും പോകുന്നില്ലെന്ന് ഗംഗാധര മേനോനും ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഉറപ്പിൽ ബാലചന്ദ്രനും മാലതിയുടെ കൂടെ ഗസ്റ്റ് റൂമിലേക്ക് എത്തുമ്പോഴേക്കും വൈജിയും മക്കളുമൊക്കെ സുഖമായിട്ടിരിക്കുന്നോന്ന് മാലതി ചോദിക്കുന്നുണ്ട്. ആ, വളരെ സുഖം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും രോഹിത് എഞ്ചിനീയറിംഗിനല്ലായിരുന്നോന്ന് മാലതി വീണ്ടും ചോദിക്കുന്നുണ്ട്. അവൻ പലതും പഠിക്കുന്നുണ്ട്, പലതും പഠിക്കാതിരിക്കുന്നുമുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ബാലചന്ദ്രനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ബാലചന്ദ്രൻ ആകെ അപ്സെറ്റ് ആയിരിക്കുന്നല്ലോ, എന്തു പറ്റിയെന്ന് മാലതി ചോദിക്കുന്നുണ്ടേ. ഇനി എന്തു പറ്റാൻ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ബബിതയും കൃഷ്ണേച്ചയും നന്നായിട്ടിരിക്കുന്നുവെന്ന് മാലതി വീണ്ടും ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഓക്കെയാണ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നപ്പോ ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നു എന്ന് മാലതി പറയുന്നുണ്ട്. ഞാൻ എന്റെ ഫ്രഷപ്പിന് വന്നതല്ല മേം സാബ്. ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഇതൊരു ഇൻസൾട്ടിങ് പോലെ തോന്നുന്നെന്ന് മാലതി പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഇതാണോ ഇൻസൾട്ടിങ്? ആരാരെ ഇൻസൾട്ട് ചെയ്തു? ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, ഇനി ആര് ചെയ്യും എന്ന് മാലതിയോടായി ചോദിച്ചോണ്ട് ബാലചന്ദ്രൻ ചിരിയോടെ നിൽക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ, ബ്രഷും സോപ്പും പേസ്റ്റും എല്ലാം ഉണ്ട്, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം എന്ന് മാലതി പറയുമ്പോഴേക്കും താങ്ക്സ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും മാലതിയും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. ബാലചന്ദ്രനും ആകെ ടെൻഷനോടെയും ആലോചനയോടെയും ആ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടേ. പിന്നീട് മാലതി ബാലചന്ദ്രന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഡ്രസ്സെല്ലാം മാറി ആലോചനയോടെ ഡൈനിങ് ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഗംഗാധര മേനോനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതെന്താ എൻഗേജ്മെന്റിന് പോകുന്നില്ലെന്ന് മാലതി ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് പോവാം എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോഴേക്കും അതിന് ഡ്രസ്സ് മാറണോ, സംസാരിച്ചിട്ട് പോവാലോ, മണിക്കൂറുകൾ നീണ്ട ഡിസ്കഷൻ ഉണ്ടോ എന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും അറിയില്ല മാലതി, അയാൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്, അയാൾ എന്തും പറയും എന്തും ചെയ്യും, എനിക്ക് അങ്ങനെ തോന്നിയെന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. നമുക്ക് വൈജയന്തി വിളിച്ചു നോക്കാം, എന്താ പ്രോബ്ലം എന്ന് അറിയാലോ എന്ന് മാലതി പറയുമ്പോഴേക്കും വിളിക്കരുത്, ബാലചന്ദ്രൻ വന്നിരിക്കുന്നത് വൈജിയോട് പറയാതാണെന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും അതെങ്ങനെ മനസ്സിലായി എന്ന് മാലതിയും. വൈജി ഇതുവരെ നമ്മളെ കോൾ ചെയ്തിട്ടില്ല, ബാലചന്ദ്രൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ തീർച്ചയായും നമ്മളെ വിളിക്കുമായിരുന്നു എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും അത് ശരിയാണല്ലോ, എന്നാലും നമുക്ക് അവളെ വിളിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാലോ എന്ന് മാലതിയും പറയുന്നുണ്ട്. അങ്ങനെയൊരു ചോദ്യം അവൾക്ക് വലിയൊരു അടയാളമല്ലേ, ബാലചന്ദ്രൻ ഇവിടെ വന്നു എന്നതിനുള്ള ഒന്നാന്തരം ഒരു തെളിവ് എന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും വൈജയുമായി പിണങ്ങി വന്നതാണോന്ന് മാലതി ചോദിക്കുന്നുണ്ട്. സിറ്റുവേഷൻ ആകെ മോശമാണെന്ന് ഗംഗാധരൻ പറയുമ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞോന്ന് മാലതി ചോദിക്കുന്നുണ്ട്. സംസാരിക്കാൻ വേണ്ടി എന്നെ തടഞ്ഞു വെച്ചിരിക്കുക എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോഴേക്കും എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് മാലതി ചോദിക്കുന്നുണ്ട്. എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തോന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും അയാള് പൊട്ടിത്തെറിക്കാൻ പാകത്തിലാ വന്നേക്കുന്നത്, നമ്മൾ എങ്ങനെ പോകുമെന്ന് ഗംഗാധര മേനോനും ചോദിക്കുന്നുണ്ട്. വൈജിയും ബാലചന്ദ്രനും തമ്മിൽ അങ്ങനെ വലിയ വഴക്കുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് മാലതി പറയുമ്പോഴേക്കും ഏതായാലും ബാലചന്ദ്രനുമായി സംസാരിച്ചതിനു ശേഷം മാത്രം വൈജിയെ കോൾ ചെയ്താൽ മതി, പ്രശ്നം അത്ര നിസ്സാരമല്ല, സീരിയസ് ആണ്, ബാലചന്ദ്രനെ എനിക്കറിയാലോ എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം, എന്നിട്ട് ബാലചന്ദ്രനെ വിളിക്കാം എന്ന് മാലതി പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് ഗംഗാധര മേനോനും അത് സമ്മതിക്കുമ്പോഴേക്കും മാലതി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായി അകത്തേക്ക് പോകുന്നുണ്ടേ. പിന്നീട് കുളിച്ച് ഫ്രഷായി ഡൈനിങ് ഹാളിലേക്ക് എത്തുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രനെ കണ്ട് ഗംഗാധര മേനോൻ സോഫയിൽ നിന്ന് എണീറ്റുണ്ട്. ഇപ്പോ ക്ഷീണമെല്ലാം മാറി മുഖത്തൊരു തെളിച്ചമൊക്കെ വന്നു.
നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഗംഗാധര മേനോൻ പറയുമ്പോഴേക്കും കഴിക്കണം, പക്ഷേ ഇവിടെ വേണ്ട, മറ്റെവിടെയെങ്കിലും പോവാം, ഏതെങ്കിലും ഹോട്ടലിൽ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും നമുക്ക് സംസാരിക്കണ്ടേന്ന് ഗംഗാധര മേനോനും ചോദിക്കുന്നുണ്ട്. കൂനൂരിൽ നല്ല ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ഇവിടെ എന്താ കുഴപ്പമെന്ന് ഗംഗാധര മേനോനും. ഗംഗേട്ട, എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കണം, വേറെ ആരും ഉണ്ടാവരുത് എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഓക്കെ, നമുക്ക് എവിടെ വേണേലും പോവാം, ഊട്ടിയിലേക്ക് വേണമെങ്കിൽ അതുമാവാം, ഞാൻ മാലതിയോടൊന്ന് പറയട്ടെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധര മേനോൻ അകത്തേക്കായി പോകുന്നുണ്ടേ. പിന്നീട് ഗംഗാധര മേനോൻ ബാലചന്ദ്രനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗാധര മേനോൻ ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു. വളരെ ഗംഭീരം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഞാനും മാലതിയും കൂടി പാലാക്കി വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ പോയതിനു ശേഷം അങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇരിക്കണ കണ്ട് ബാലചന്ദ്രന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്. ഗംഗേട്ടാ, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകയിലെത്തി നിൽക്കുക, സില്ലി ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ പ്രഷർ കൂട്ടല്ലേ പ്ലീസ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഗംഗാധര മേനോനും ഒന്നും മിണ്ടാതെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടേ. പിന്നീട് അവരുടെ കാർ ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തുമ്പോഴേക്കും ഇത് നല്ല ഹോട്ടലാ, ഇറങ്ങാം എന്ന് ഗംഗാധര മേനോൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രനും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടേ. അവിടെ ഹോട്ടൽ റൂമിലെത്തുമ്പോഴേക്കും റൂം ബോയ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗാധര മേനോൻ ബാലചന്ദ്രനെ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാ, ചോദ്യത്തിന്റെ ഉത്തരം എന്ന് ബാലചന്ദ്രൻ സ്ട്രിക്റ്റായി പറയുമ്പോഴേക്കും ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും എടുത്തോന്ന് ഗംഗാധര മേനോൻ റൂം ബോയ്ക്ക് ഓർഡർ കൊടുക്കുന്നുണ്ടേ. ബാലചന്ദ്രന്റെ ടെൻഷനോടെയും ദേഷ്യത്തോടെയുമുള്ള നിൽപ്പ് കണ്ട് ഗംഗാധര മേനോൻ ചെന്ന് വിൻഡോ കർട്ടൻ നീക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ ഗംഗേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഗംഗാധര മേനോൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എനിക്ക് ഗംഗേട്ടനോട് രണ്ട് ചോദ്യമേ ചോദിക്കാനുള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും നമുക്ക് വല്ലതും കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് സാവകാശം എന്ന് ഗംഗാധര മേനോൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ ഗംഗാധര മേനോനെ തടഞ്ഞോണ്ട് അത്രയും ക്ഷമ എനിക്കില്ലെന്ന് ടെൻഷനോടെ പറയുന്നുണ്ട്. ശരി, നീ ചോദിക്കുന്ന ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ഞാനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ സഹോദരി വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്ന ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന ഗംഗാധര മേനോനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.